ഹായ്. അപ്പോൾ എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചക്ക ഇടാൻ പോവാണ്. നല്ല ഇടിച്ചക്ക ഇടാമെന്ന് വിചാരിച്ചു. വലിയ ചക്കയൊക്കെ മുകളിലാണ്. അപ്പോൾ ഇടിച്ചക്ക ഇടാനുള്ള ഒരു പുറപ്പാടിലാണ് ഞങ്ങൾ. അപ്പോൾ ഇടിച്ചക്ക ഇതും വേണ്ട. ഇത് ഇത്ര സ്വാദില്ലാത്തൊരു ചക്ക കേട്ടോ. പറമ്പിലത്തെ ഏറ്റവും സ്വാദ് കുറഞ്ഞൊരു ചക്കയാണ് ഇത്. അല്ല അത് പിന്നെ ഈ ചക്കയൊക്കെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. കൊഴിഞ്ഞു വീഴുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ചക്ക ഇടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഈ ചക്കയ്ക്ക് വലിയ സ്വാദില്ല. പഴുത്ത മണമല്ല, ചീഞ്ഞ മണമാണ് വരുന്നത്. പഴുത്തിട്ടല്ല. ഇപ്പോൾ മറ്റേ മൂത്തിട്ടില്ലല്ലോ, നന്നായി മൂത്തിട്ടുമില്ല. അപ്പം അതുകൊണ്ട് നല്ല ഇടിച്ചൊക്കെയാണേ. അതിട്ടാൽ മതി, അത് മതി. അപ്പം അത് അങ്ങനെ മുറിക്കാൻ വെച്ചു. ഒരു മിനിറ്റ് അത് കേട്ടോ, ഒരു മിനിറ്റ്. അങ്ങനെ ചക്ക ഇട്ട് അതങ്ങ് നമ്മൾ പിടിക്കെടുത്തായോ ചേട്ടാ, എൻ്റെ കയ്യിലേക്ക് ഇതായോ. ഒരു മിനിറ്റ് വെയിറ്റാണ്ടാവും. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാമറയും. ഉമ്മച്ചി ഇതാണ് ചക്ക. കുരുമുളക് വീഴുന്നുണ്ടോ? അത് ശരി, അതൊന്നും ശ്രദ്ധിക്കണമൊന്നുമില്ല ഞാൻ. ഇവിടെ കിടക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് കുരുമുളക്. താഴത്ത് കുറേ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ചക്ക ചെത്തിയതിന് ശേഷം വന്ന് പറക്കാൻ വാ. അല്ലെങ്കിൽ എനിക്ക് കാലത്തൊക്കെ പോവാനുള്ള ഒരുക്കങ്ങളൊന്നും റെഡിയാവില്ലേ. അതുകൊണ്ടാണ് ഒരുക്കങ്ങളൊന്നും റെഡിയാവില്ല. കണ്ട അവിടെ നിന്ന് ചേട്ടൻ ചക്ക പറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ശരിയാവില്ല. നമുക്ക് പണികളില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേ. പണികളുണ്ടെങ്കിൽ ശരിയാവില്ല മോനെ മക്കളെ. അപ്പോൾ ഞാൻ ഇവിടെ വെക്കട്ടെ, മണ്ണിലിടാം. കുറച്ച് നേരം മണ്ണിലേക്ക് ഇങ്ങനെ വയ്ക്കാം. മണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ വെച്ചു. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല, ഞാൻ അത് ഒഴിച്ചു പോകാൻ വേണ്ടി ചെത്തി കഴിഞ്ഞിട്ട് ചേട്ടനെ എനിക്ക് ചെത്തിത്തരാ. അപ്പോൾ ഞാൻ ചെത്ത് കഴിഞ്ഞിട്ട് നോക്കാം. പാത്രം എടുത്തിട്ട് ചെല്ലാം ബേസിനിലേക്ക്. ഇനി നമ്മൾ ചക്ക നന്നാക്കിയിട്ട് കുറച്ച് ബാക്കി വയ്ക്കുമ്പോഴേ അത് ബാക്കി വരുന്നത് കേടായി പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി അത് ചെത്തിയിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചോ. ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ മുഴുവനും ചെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കാം. അതാണ് നല്ലത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ, വേഗം റെഡി. നമുക്ക് ആവശ്യത്തിന് എടുത്ത് പിന്നെ വെക്കാം. നോക്കൂ, 4 മണിപ്പൂവല്ലേ ഇത്? 4 മണിപ്പൂവ്. 4 മണിക്ക് മാത്രം വിരിയണ പൂവ്. അത് 4 മണി പൂവാണിത്. ഹായ്. കുട്ടിക്ക് മുറിച്ച് കൂട്ടുന്നു. ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇനിയാട്ടാ ചെയ്യാം. ഞാനായാലും നമ്മുടെ അവിടെ കത്തിക്ക് മുറിച്ച് കൂട്ടുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ചക്ക നന്നാക്കിയിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അതെടുത്ത് ചക്ക നന്നാക്കിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് കാര്യം. നമ്മുടെ തുളസി നിറച്ച് പൂക്കളുണ്ടായി. അപ്പോൾ അത് വേഗം പൊട്ടിക്കാം. ഈ തുളസിപ്പൂവ് പൊട്ടിച്ചെടുക്കാം വേഗം. 4 മണിപ്പൂവൊക്കെ ഞാൻ കാണിച്ചു. ചേട്ടൻ പറയും നമ്മുടെ വീട്ടിലുണ്ടായി ആദ്യം ഓരോരോ പൂക്കളും കൈകൾക്ക്. അങ്ങനെ ഇത് നല്ല അടിപൊളി. അങ്ങനെ ചെത്തിയെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള കട്ട് ചെയ്തെടുത്താൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലല്ല, വേവിച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ, അല്ലെങ്കിൽ ഇടിച്ചൊക്കെ കറുത്ത് പോവും ഫ്രിഡ്ജിൽ വെച്ചാൽ. ഇടിച്ചൊക്കെ നമുക്കിപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇന്ന് എടുത്താൽ മതി. ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ വേവിക്കണം. അല്ല പച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ
കറുത്ത് പോവും. നമ്മൾ ചക്ക വെക്കണോണം ഇടിച്ചക്ക അങ്ങനെ വെക്കാൻ പറ്റില്ല. അതിനാണ് എൻ്റെ അറിവ് കേട്ടോ. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അത് നീ പാത്രത്തേക്ക് വെച്ചോ. ആ, ഞാൻ കിച്ചണിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തോളാം. നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോക്കോളാം അങ്ങോട്ട്. എന്നിട്ടാ ഞാൻ മറ്റേ സംഭവം വെട്ടും. പിന്നെ എൻ്റെ മേലേക്ക് മുട്ടിക്കാനുള്ള പരിപാടി ഇങ്ങനെ അങ്ങനെ പരിപാടികൾ അവസാനിച്ചു. ഇനി എൻ്റെ പരിപാടികളാണ്. ഇതൊക്കെ ചെത്തണം. കുരുമുന ചെത്തിയിട്ട് വേണം ഇനി വെക്കാം. ഷൂ ഒക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ? പിന്നെ അപ്പുറത്ത് പറമ്പിൽ എന്തുട്ടാ പറയാം. അപ്പുറത്തെ പറമ്പിലേക്ക് മാങ്ങ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ കൊമ്പുമ്മേ. അപ്പോൾ അത് പൊട്ടിക്കാനാണ് ആൾ ഇറങ്ങിയിരിക്കണത്. ഈ ഷൂ ഇട്ടിട്ടാണ് അങ്ങോട്ട് ഇറങ്ങുക. പറമ്പ് വൃത്തിയാക്കി ഇറങ്ങുമ്പോൾ ഇടുന്ന ഷൂ ആണ് കേട്ടോ അത്. നമുക്ക് നോക്കാം. ഇട്ടിട്ട് മാങ്ങ പൊട്ടിക്കാനായിട്ട് പോയി. അപ്പം നമ്മുടെ മാങ്ങ അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുമ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ചു കേട്ടോ. കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചു. ചിലത് മൂത്തിട്ടില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം പൊട്ടിച്ചിട്ട് നമ്മളിനി അത് നമ്മുടെ ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വെച്ചാൽ തൊലിയൊക്കെ ചെത്തിയിട്ട് അടിപൊളിയാക്കി കിട്ടാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഉണ്ടാക്കി. എന്ന് തോരനായിട്ടല്ല, ഒരു ഉപ്പേരിയായിട്ട് നാളികേരം ചെരുകി ഇട്ടിട്ടുണ്ട്. ഉപ്പേരിയായിട്ടാണ് കേട്ടോ ഞാൻ ഇടിച്ചൊക്കെ ഉണ്ടാക്കിയത്. മുളക് പൊടി ചേർത്തിട്ട്, പച്ചമുളകും ഇതൊന്നും ചേർത്തതല്ല. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ പച്ചമുളകില്ല. അപ്പോൾ ഞാനായിരുന്നു കഞ്ഞി വിളമ്പി വെച്ചു. ഭയങ്കര ധൃതിയായിരുന്നു. പിന്നെ ഇതിൽ നാളികേരം ചെരുകി അരച്ച് ചേർത്തു. നാളികേരം ഒന്ന് അരച്ച് ചേർത്തു കേട്ടോ ഈ കറിയിൽ. ഇത് പരിപ്പും ചീരയും കൂടിയിട്ട് കറി വെച്ചത്. ഇത് നമ്മുടെ ഇടിച്ചക്ക, നമ്മളിന്ന് ചെയ്ത ഇടിച്ചക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ സംഭവങ്ങളൊക്കെ കലക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.